Hi, hello, my dear students. My dear children, we are starting part 3 class of our chapter National Movement and Kerala. Okay, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള നമ്മൾ ഓൾറെഡി രണ്ട് ക്ലാസ്സുകൾ ടീച്ചർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. നിങ്ങൾ കണ്ടോ? അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പാർട്ട് 3 ക്ലാസ്. അപ്പം നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും കാണണം. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. പ്ലേലിസ്റ്റ് ഇട്ടിരിക്കും. അപ്പം പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മൂന്നും ഒരുമിച്ച് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഏതാണ്. നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ 8th ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിൻ്റെ നാഷണൽ മൂവ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ വരിക ഇന്ന്, അതായത് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. കേരളത്തിൽ ഏറ്റവും വലിയ ചേഞ്ചസ് കൊണ്ടുവന്ന, കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കേരള മോഡൽ എന്ന് നമ്മൾ പറയുമല്ലോ. എഡ്യൂക്കേഷൻ, കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ, അങ്ങനെ ഓരോ സെക്ടറും എടുത്താൽ നമുക്കറിയാം അതൊരു മോഡലാണ്. മറ്റ് രാജ്യങ്ങൾക്ക്, മറ്റ് സ്റ്റേറ്റുകൾക്ക് നമ്മൾ മോഡലാണ്. അപ്പോൾ കേരള മോഡൽ എന്ന് പറയത്തക്ക രീതിയിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒന്നാണ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നാഷണൽ മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയും നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ക്ലോസ് കണക്ഷനുള്ള ഒന്നാണ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, സോഷ്യൽ ഈവിൾസ്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ലീഡേഴ്സ്, സോഷ്യൽ റീഫോർമേഴ്സ്, ഇവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടേണ്ട ഒരു ക്ലാസ്സാണ് പാർട്ട് 3. ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെക്കൻഡ് ടൈമിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും സോഷ്യൽ റീഫോർമേഴ്സിനെ പറ്റിയും സോഷ്യൽ ഈവിൾസിനെ പറ്റിയും റീഫോം മൂവ്മെൻറ്റ്സിനെ പറ്റിയും നമുക്ക് വരും. അപ്പം മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, 1 word ക്വസ്റ്റ്യൻസ്, 2 mark 3 mark ക്വസ്റ്റ്യൻസ്, ദെൻ ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കയറുന്നത്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് ടീച്ചർ ഒരു 4 lines ഞാനൊന്ന് പാടാം. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണേ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണേ. ഇത് നമ്മുടെ ഒരു സോഷ്യൽ റീഫോർമറായ കേരളത്തിൻ്റെ KP കറുപ്പൻ, അദ്ദേഹത്തിൻ്റെ ജയ് കുമ്മിണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ നമ്മുടെ സോഷ്യൽ ഈവിൾസിനെ പറ്റിയാണ് അദ്ദേഹം പറയുക. അപ്പോൾ ഇത് പറയുന്നത് കണ്ടോ, നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാലം മനുഷ്യ സോദരർ. നാൽക്കാലികൾക്ക് കൊടുക്കുന്ന, അതായത് ആനിമൽസിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് പോലും മനുഷ്യർക്ക് കൊടുക്കുന്നില്ലല്ലോ. ഇങ്ങനെയാണോ ഈ 20ാം നൂറ്റാണ്ടിലും നിങ്ങൾക്കിതൊക്കെ മാറ്റാറായില്ലേ എന്ന് അദ്ദേഹം സമൂഹത്തോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എന്തിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു സൂചന നമുക്കവിടെ തരുന്നുണ്ട്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. അപ്പം നമുക്കിത് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. നിങ്ങൾ നോക്കിക്കേ, ഇതൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സ് ഓഫ് റെനേസൻസ് ഇൻ കേരള. റെനേസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിവൈവൽ, ഒരു പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള ഒരു വലിയ ഒരു ചേഞ്ച്, ഒരു മാറ്റം, അതിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ സോഷ്യൽ റീഫോർമേഴ്സാണ് നിങ്ങളീ കാണുന്ന എല്ലാവരും. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, KP കറുപ്പൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ദെൻ VT ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, എല്ലാവരെയും നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ടെക്സ്റ്റിനകത്ത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ പിക്ചേഴ്സും അവരുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേജ് നമ്പർ ടീച്ചർ പറയാം, 134, 135, 2 പേജസ്. 134ാമത്തെ പേജിലും 135ാമത്തെ പേജിലും നമ്മുടെ എല്ലാ സോഷ്യൽ റീഫോർമേഴ്സിനെയും നമുക്ക് കാണാൻ പറ്റും, സെപ്പറേറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതെടുത്ത് നിങ്ങൾ കാണുക, അവരെ പരിചയപ്പെടുക, അവരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്
Prepare a note on the social conditions in the 19th and 20th centuries that prevailed in Kerala. What was the condition in social uh, sector in 19th and 20th century? What was the situation? What was the situation in society in 19th and 20th century Kerala? കേരളത്തിലെ 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും എങ്ങനെയായിരുന്നു? നമ്മുടെ സൊസൈറ്റി എപ്രകാരമുള്ളതായിരുന്നു? What was the condition? It was a society where superstitions and customs were widespread. Two things, superstitions and customs were widespread. എന്താണ് ഓരോ അതായത് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുടരണം, കസ്റ്റംസ് കീപ്പ് ചെയ്യണം. ദെൻ സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങളും അതുപോലെ ആചാരങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു സൊസൈറ്റി. ആചാരങ്ങളിലൊന്നും അവരൊരു മാറ്റവും വരുത്തുകയില്ല, അത് ദുരാചാരമാണെങ്കിലും അവർ മാറ്റുകയില്ല. ആ രീതിയിലുള്ള ഒരു സൊസൈറ്റി. ഓക്കെ, സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്തകളല്ലാത്ത എല്ലാ ചിന്തകളെയും നമുക്ക് എന്ത് പറയാം? സൂപ്പർസ്റ്റിഷ്യൻസ്. എ പേഴ്സൺ സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ കാസ്റ്റ് ഇൻ വിച്ച് ഹി വാസ് ബോൺ. ഒരു പേഴ്സൻ്റെ, ഒരു വ്യക്തിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അയാൾക്ക് സൊസൈറ്റിയിലുള്ള അയാളുടെ നിലയും വിലയും ഒക്കെ തീരുമാനിക്കുന്നത് എന്താണ്? കാസ്റ്റ് ഇൻ വിച്ച് ഹി വാസ് ബോൺ. അയാൾ ജനിച്ച കാസ്റ്റ് ഏതാണോ ആ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോ കാസ്റ്റ് ആണെങ്കിൽ അയാളുടെ സ്റ്റാറ്റസ് ലോ ആയിരിക്കും, ഹൈ കാസ്റ്റ് ആണെങ്കിൽ അയാളുടെ സ്റ്റാറ്റസ് ഹൈ ആയിരിക്കും. അല്ലാതെ അയാളുടെ എഡ്യൂക്കേഷനോ അയാളുടെ ഡീലിങ്സോ അയാളുടെ അപ്പിയറൻസോ ഒന്നുമല്ല പരിഗണിക്കുക. only the caste he was born. അയാൾ ഏത് കാസ്റ്റിലാണോ ജനിച്ചത്, it determined the social status. Then, as a part of caste discrimination, many social evils such as untouchability, unapproachability and travel bans existed in Kerala. 3 പ്രധാനപ്പെട്ട ഡിസ്ക്രിമിനേഷനെ പറ്റിയാണ് പറയുക. ഒന്നാമത്തേത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ദെൻ സോഷ്യൽ ഈവിൾസ്, അൺടച്ചബിലിറ്റി. എന്താണ് ഈ അൺടച്ചബിലിറ്റി? തൊടാൻ പാടില്ല, ഹൈ കാസ്റ്റിനെ ലോ കാസ്റ്റുകാരെ ടച്ച് ചെയ്യാൻ പാടില്ല, അൺടച്ചബിലിറ്റി. അതവരുടെ ഒരു കസ്റ്റമായിരുന്നു. ദെൻ അൺഅപ്രോച്ചബിലിറ്റി. എന്താണ് അൺഅപ്രോച്ചബിലിറ്റി? ഒരു ഹൈ കാസ്റ്റ് പേഴ്സൺ ഒരിടത്ത് നിൽക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് വരാൻ പാടില്ല, അവരെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അൺഅപ്രോച്ചബിലിറ്റി അത് ഓരോ ജാതിക്കും ഓരോ കാസ്റ്റിനും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരുന്നു. ഓക്കെ, ചിലർ 100 മീറ്റർ മാറി നിൽക്കുമ്പോൾ ചിലർ 50 മീറ്റർ വരെ മാറി നിൽക്കണം, ചിലർ 20 മീറ്റർ വരെ മാറി നിൽക്കണം. ആ രീതിയിൽ ഈ അൺഅപ്രോച്ചബിലിറ്റി ഉണ്ടായിരുന്നു. സോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ ഈവിൾസ് like untouchability, unapproachability. Then another thing is travel bans. സഞ്ചരിക്കാൻ പാടില്ല പൊതുനിരത്തുകളിലൂടെ, പബ്ലിക് റോഡിലൂടെ ചില കാസ്റ്റുകൾ സഞ്ചരിക്കാൻ പാടില്ല. ട്രാവൽ ബാൻസ് ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്? അവരേതെങ്കിലും ഊടുവഴിയിലൂടെയോ ഇടവഴിയിലൂടെയോ കാട്ടിലൂടെയോ ഒക്കെ നടക്കണം. ദേ വിൽ നോട്ട് അലൗ ടു ട്രാവൽ ത്രൂ പബ്ലിക് റോഡ്സ്. ദാറ്റ് വാസ് ട്രാവൽ ബാൻ. So, in 19th and 20th century in Kerala, caste discrimination, social evils like untouchability, unapproachability, travel bans existed in Kerala. Then, equality and equity that we see today, not seen in the social life of that time. In that time, equality, equity, what we see today, നമ്മൾ ഇന്ന് കാണുന്ന, കേരളത്തിൽ കാണുന്ന equality, equity, we cannot see in the social life of 19th and 20th century. That was the situation in society in 19th and 20th century. മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്? സൊസൈറ്റി where superstitions and customs. Then social status was determined on the basis of the caste one which he was born, and caste discrimination, social evils, untouchability, unapproachability, travel bans that were existed in Kerala, and equality and equity that we cannot see in that social life. Okay. Then, list the social evils prevalent during 19th and 20th centuries in Kerala. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 19th 20th സെഞ്ച്വറിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസ്. എന്താണ് അതിൻ്റെ മലയാളം? എന്താണ് സോഷ്യൽ ഈവിൾസ്? സോഷ്യൽ ഈവിൾസ് മീൻസ്
സമൂഹത്തിലെ അനാചാരങ്ങൾ, അല്ലേ? അനാചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അൺടച്ചബിലിറ്റി, സെക്കൻഡ് വൺ അൺഅപ്രോച്ചബിലിറ്റി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ചൈൽഡ് മാരേജ്, ബാൻ ഓൺ അപ്പർ ക്ലോത്ത്, മുകൾ വസ്ത്രം ധരിക്കാൻ അവർക്ക് അർഹതയില്ലായിരുന്നു ലോവർ കാസ്റ്റിന്, അപ്പർ ക്ലോത്ത് പാടില്ല, ഓക്കെ, മേൽവസ്ത്രം പാടില്ല, ഓക്കെ. ദെൻ ബാൻ ഓൺ എഡ്യൂക്കേഷൻ, ചില കാസ്റ്റുകൾക്ക് എഡ്യൂക്കേഷൻ ബാൻ ചെയ്തിരുന്നു. ദേ വെയർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ സ്കൂൾ, ഓക്കെ. സോ ബാൻ ഓൺ എഡ്യൂക്കേഷൻ. ബാൻ ഓൺ ടെമ്പിൾ എൻട്രി, ടെമ്പിൾ എൻട്രി ലോവർ കാസ്റ്റിന് ഇല്ലായിരുന്നു, ബാൻ, അത് ബാൻ ചെയ്തിരുന്നു. ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധിച്ചിരുന്നു. ബാൻ ഓൺ പന്തി ഭോജനം. എന്താണ് പന്തി ഭോജനം? സദ്യ, അല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അടുത്തടുത്തിരുന്ന് കഴിക്കുന്നതിനാണ് പന്തി ഭോജനം. സോ സം ലോവർ കാസ്റ്റ് പീപ്പിൾ വെയർ നോട്ട് അലൗഡ് ടു അറ്റൻഡ് പന്തി ഭോജനം. ദേ വെയർ നോട്ട് അലൗഡ് ടു പന്തി ഭോജനം. ബാൻ ഓൺ പന്തി ഭോജനം, ഓക്കെ. അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ചൈൽഡ് മാരേജ്. 10-12 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചിരുന്നു, ചൈൽഡ് മാരേജ്. ദെൻ അപ്പർ ക്ലോത്ത് ബാൻ ചെയ്തിരുന്നു. ബാൻ ഓൺ എഡ്യൂക്കേഷൻ, ബാൻ ഓൺ ടെമ്പിൾ എൻട്രി. ഇതല്ലേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വന്നതോടുകൂടിയാണ് എല്ലാ കാസ്റ്റിനും ടെമ്പിളിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നത്. സോ ബാൻ ഓൺ ടെമ്പിൾ എൻട്രി, ദെൻ ബാൻ ഓൺ പന്തി ഭോജനം. All these are social evils in 19th and 20th century. Okay. Then social reformers in Kerala. നമുക്ക് നമ്മുടെ സോഷ്യൽ റീഫോമേഴ്സിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. വൈകുണ്ഠ സ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ്, ശ്രീ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദെൻ വാഗ്ബടാനന്ദ ആൻഡ് പൊയ്കയിൽ യോഹന്നാൻ. All these were the social reformers. Okay. നിങ്ങൾ 134ഉം 135ഉം പേജസ് കണ്ടു പഠിക്കണം കേട്ടോ. ഇവരെ എല്ലാവരെയും ഒന്ന് സെപ്പറേറ്റ് കാണുക, ഓക്കെ. ദെൻ വിമൻ സോഷ്യൽ റീഫോർമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ വിമൻ സോഷ്യൽ റീഫോർമേഴ്സ് ഉണ്ടായിരുന്നു. സ്ത്രീകളായിട്ടുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ഇവരുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേലിമംഗലം, അനദർ സോഷ്യൽ റീഫോർമർ, പാർവതി നെന്മേലിമംഗലം. ദെൻ ആര്യ പള്ളം, ദെൻ കാളിക്കുട്ടി ആശാട്ടി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലത് ആശാത്തി എന്ന് എഴുതിയേക്കുന്നതേ ഉള്ളൂ. കാളിക്കുട്ടി ആശാത്തി. നമുക്കിവരെയൊക്കെ ഒന്ന് കാണണ്ടേ? ദേ നോക്കുക, ഇതാണ് ദാക്ഷായണി വേലായുധൻ, ഒരു വിമൻ സോഷ്യൽ റിഫോർമറാണ് ദാക്ഷായണി വേലായുധൻ. ഈ പിക്ചർ നിങ്ങളുടെ പുസ്തകത്തിലില്ല, നമ്മുടെ ടെക്സ്റ്റിലില്ല, ടീച്ചറെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അവരെ ഒന്ന് കാണുക, ഓക്കെ. ദെൻ ഇതിലെ ആര്യ പള്ളത്തെ നമുക്ക് കാണാം, ആര്യ പള്ളം. ദെൻ പാർവതി നെന്മേലിമംഗലം, കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ പിക്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് സോഷ്യൽ റീഫോർമേഴ്സ് ആൻഡ് ദെയർ മെയിൻ ആക്ടിവിറ്റീസ്. സോഷ്യൽ റീഫോർമേഴ്സിനെ നമ്മൾ മെയിൻ ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ചോദിക്കാം. ദെൻ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം, ഓക്കെ. നമുക്ക് ഓരോരുത്തരെയുമായിട്ട് പഠിക്കാം. വൈകുണ്ഠ സ്വാമികൾ, കണ്ണാടി പ്രതീക്ഷ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, കണ്ണാടി പ്രതിഷ്ഠ. എന്താണ് ഈ കണ്ണാടി പ്രതിഷ്ഠ? അദ്ദേഹം ഐഡൽസ് വെക്കുന്നതിന് പകരം ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. അപ്പം നമ്മൾ ചെന്ന് ഇപ്പം നമ്മളൊരു വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അദ്ദേഹം ഐഡൽ വർഷിപ്പിനെതിരായിരുന്നു ഈ വൈകുണ്ഠ സ്വാമികൾ. ഹി വാസ് എഗനിസ്റ്റ് ദ ഐഡൽ വർഷിപ്പ്. അതുകൊണ്ട് അദ്ദേഹം അതിന് പകരമായിട്ട് എന്താണ് ചെയ്തു? ഐഡലിൻ്റെ സ്ഥാനത്ത് ഒരു കണ്ണാടി എന്നുള്ളത് മലയാളമാണ് കേട്ടോ, നമ്മുടെ മിറർ പ്രതിഷ്ഠിച്ചു. അതാണ് കണ്ണാടി പ്രതിഷ്ഠ. അപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആരെയാണ് നമ്മൾ കാണുന്നത്? നമ്മളെ തന്നെ കാണും, ഓക്കെ, നമ്മളെ തന്നെ കാണും. അതാണ് കണ്ണാടി പ്രതിഷ്ഠ. അത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ആരുമായിട്ടാണ് മാച്ചാകുന്നത്? വൈകുണ്ഠ സ്വാമികൾ. ഹി എക്സ്പോസ് ദ ഇറാഷണലിറ്റി ഓഫ് ഐഡൽ വർഷിപ്പ്. ഹി വാസ് എഗനിസ്റ്റ് ഐഡൽ വർഷിപ്പ്. ഹി ഒപ്പോസ് ഐഡൽ വർഷിപ്പ്. സോ ഹി
വർഷിപ്പ് അല്ല ഹി പ്രതിഷ്ഠ ഹി ഡിഡ് എ പ്രതിഷ്ഠ ഓഫ് മിറർ, കണ്ണാടി. ദെൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി എസ്റ്റാബ്ലിഷ് ഓർഫനേജസ് ആൻഡ് സ്കൂൾസ്, ധാരാളം സ്കൂളുകൾ അദ്ദേഹം തുടങ്ങി. അതുപോലെ തന്നെ ഓർഫനേജുകൾ തുടങ്ങി, അതായത് അനാഥരായ കുട്ടികളെയൊക്കെ നോക്കുന്ന ഓർഫനേജസ്. ഹി സ്റ്റാർട്ടഡ് ഓർഫനേജസ് ആൻഡ് സ്കൂൾസ്. ദെൻ ശ്രീനാരായണ ഗുരു ഫോർട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് സെപ്പറേറ്റ് പഠിക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ടീച്ചർ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ഹി ഫോർട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി. ഓക്കെ, ശ്രീനാരായണ ഗുരു. ദെൻ ചട്ടമ്പി സ്വാമികൾ, ഹി ഒപ്പോസ് കാസ്റ്റ് സിസ്റ്റം. ചട്ടമ്പി സ്വാമികൾ ഓൾസോ ഒപ്പോസ് കാസ്റ്റ് സിസ്റ്റം. നിങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് എഴുതാവുന്ന ഒന്നാണ് ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം. ഇവരെല്ലാവരും തന്നെ, നമ്മുടെ സോഷ്യൽ റീഫോർമേഴ്സ് എല്ലാവരും തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു, അൺടച്ചബിലിറ്റിക്ക് എതിരായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ, അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ അന്നത്തെ കാലത്ത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേരെന്താണ്? സ്വദേശാഭിമാനി. പൊയ്കയിൽ യോഹന്നാൻ, ഫോർട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം, സ്ലേവറി. പൊയ്കയിൽ യോഹന്നാൻ, ഹി സ്റ്റാർട്ടഡ് PRDS, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് PRDS, പേജ് നമ്പർ 135. ഹി സ്റ്റാർട്ടഡ് എ മൂവ്മെൻറ്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, ദെൻ ഹി ഫോർട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്ലേവറി. BT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, ഹി സ്റ്റാർട്ടഡ് എ മൂവ്മെൻറ്റ്, യോഗക്ഷേമ സഭ. ഓക്കെ, ദെൻ അദ്ദേഹമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു പ്ലേ, ഒരു നാടകം എഴുതി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതായത് ഈ BT ഭട്ടതിരിപ്പാട് ഏറ്റവും കൂടുതൽ ഈ ബ്രാഹ്മിൻ സ്ത്രീകളുടെ, അന്നത്തെ കാലത്ത് ബ്രാഹ്മിൻ സ്ത്രീകൾക്ക് ഫ്രീഡം കുറവായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ അവർ വിധവകളായാൽ അവരെ വിഡോസിനെ വീണ്ടും റീമാരേജ് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല ഈ ബ്രാഹ്മിൻ സ്ത്രീകൾക്ക്. അവർക്ക് വേണ്ടി അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ ചെയ്തു, VT ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു നാടകം, ഒരു പ്ലേ ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതറിയപ്പെടുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ അദ്ദേഹം യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൂവ്മെൻറ്റും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ദെൻ അയ്യങ്കാളി, ഫ്രീഡം ഫോർ ട്രാവലിംഗ്. നമുക്കറിയാം അന്നത്തെ കാലത്ത് ട്രാവലിംഗ് ബാൻ ചെയ്തിരുന്നു ലോവർ കാസ്റ്റിനെ. അങ്ങനെ പാടില്ല, പബ്ലിക് റോഡുകൾ ട്രാവൽ ചെയ്യാൻ എല്ലാവരെയും പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യങ്കാളി ചെയ്ത ഒരു കാര്യമാണ് ഫ്രീഡം ഫോർ ട്രാവലിംഗ്. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് ഒപ്രസ്ഡ്, അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിച്ചു. ഒപ്രസ്ഡിൻ്റെ, ലോ കാസ്റ്റ് പീപ്പിളിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയാണ് അയ്യങ്കാളി ശ്രമിച്ചത്. അതുപോലെ ഫ്രീഡം ഫോർ ട്രാവലിംഗ്. ദെൻ മന്നത്ത് പത്മനാഭൻ, NSS സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഹി സ്റ്റാർട്ടഡ് എ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ്, NSS, നായർ സർവീസ് സൊസൈറ്റി, അല്ലെ, പെരുന്നയിൽ അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു, NSS. ദെൻ പണ്ഡിറ്റ് KP കറുപ്പൻ, ആര്യ സമാജത്തിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ ആളാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹവും കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ പോരാടി. ഹി ഒപ്പോസ് കാസ്റ്റ് സിസ്റ്റം. ദെൻ വാഗ്ഭടാനന്ദ, അനദർ സോഷ്യൽ റീഫോർമർ, ആത്മവിദ്യാ സംഘം. അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് തുടങ്ങി, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം. ഇതെല്ലാം മാച്ച് ചെയ്യാൻ പഠിച്ചോണം, മാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പേരും ആത്മവിദ്യാ സംഘവും കൂടെ മാച്ചാവും. മന്നത്ത് പത്മനാഭനും NSSഉം. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് മാച്ചാകുന്ന മൂവ്മെൻറ്റ് ഏതാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDP, ശ്രീനാരായണ ഗുരു. നമ്മളത് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മാച്ച് ചെയ്യാൻ വൺ വേർഡ് ഒക്കെ ആയിട്ട് പഠിച്ചോണം. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ശ്രീനാരായണ ഗുരു. ഹി വാസ് ദ ഫോർമോസ്റ്റ് റിഫോർമർ ഹു വർക്ക് ഫോർ സോഷ്യൽ ചേഞ്ച് ഇൻ കേരള. കേരളത്തിൽ സോഷ്യൽ ചേഞ്ചസിന് വേണ്ടി, സോഷ്യൽ റീഫോമിന് വേണ്ടി ഫോർമോസ്റ്റ് പരിശ്രമിച്ച ആളാണ്. He was the top leader, top social reformer of Kerala. He worked for the social change. He fought against superstitions and caste system. Srinarayana Guru fought against superstitions, caste system.
അന്ധവിശ്വാസങ്ങൾക്കും ഇതുപോലുള്ള കാസ്റ്റ് സിസ്റ്റത്തിനുമെതിരെ അദ്ദേഹം പോരാടി. ഓക്കെ, ഹി പ്രൊക്ലെയിംഡ് ബിക്കം എൻലൈറ്റൻഡ് ത്രൂ നോളജ്. നിങ്ങളെ നോളജ്, അറിവിലൂടെ നിങ്ങൾ എൻലൈറ്റൻ ആകുക. ദാറ്റ് വാസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മലയാളത്തിൽ അങ്ങനെ പറയാം, വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട് പ്രബുദ്ധരാകുക. ബിക്കം എൻലൈറ്റൻ ത്രൂ നോളജ്. ഹി പെർഫോംഡ് ശിവപ്രതിഷ്ഠ അറ്റ് അരുവിപ്പുറം. അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറം എന്ന് പറയുന്ന ആ സ്ഥലത്ത് അദ്ദേഹം ഒരു ശിവപ്രതിഷ്ഠ ചെയ്തു. ഹി പെർഫോംഡ് ശിവപ്രതിഷ്ഠ അറ്റ് അരുവിപ്പുറം. ദറ്റ് വാസ് എ വെരി ഫേമസ് ആക്ടിവിറ്റി ഓഫ് ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഹി സ്റ്റാർട്ടഡ് എ മൂവ്മെൻറ്റ് SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. ഹി സ്റ്റാർട്ടഡ്. ഹിസ് വിഷൻസ് ഇൻഫ്ലുവൻസ് റിഫോർമേഴ്സ് ലൈക്ക് സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു ആൻഡ് TK മാധവൻ. കണ്ടോ, അദ്ദേഹത്തിൻ്റെ വിഷൻ ഇൻഫ്ലുവൻസ് ചെയ്ത് പല റീഫോർമേഴ്സും ഉണ്ടായി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു പഠിച്ച് അദ്ദേഹത്തിൻ്റെ വിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്ന പുതിയ റീഫോമേഴ്സാണ് സഹോദരൻ അയ്യപ്പൻ, ദെൻ മഹാകവി കുമാരനാശാൻ. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകവിയാണ് കുമാരനാശാൻ. അദ്ദേഹവും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. ദെൻ ഡോക്ടർ P. പൽപ്പു. നമുക്കറിയാം അന്നത്തെ കാലത്തെ ഒരു MBBS ഡിഗ്രി നേടിയ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു ഡോക്ടർ P. പൽപ്പു. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ഡിസൈപ്പിളായിരുന്നു. ദെൻ TK മാധവൻ. നമുക്കറിയാം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ലീഡർ എന്ന് പറയാവുന്ന ആളാണ് TK മാധവൻ. അദ്ദേഹവും ശ്രീനാരായണ ഗുരുവിനിൽ ഇൻഫ്ലുവൻസ് ആയ ഒരു ലീഡറാണ്. സോ ഹിസ് വിഷൻസ്, ശ്രീനാരായണ ഗുരുസ് വിഷൻസ് ഇൻഫ്ലുവൻസ് ദ റിഫോമേഴ്സ് ലൈക്ക് സഹോദരൻ അയ്യപ്പൻ, ദെൻ മഹാകവി കുമാരനാശാൻ, ഡോക്ടർ P. പൽപ്പു ആൻഡ് TK മാധവൻ. So Srinarayana Guru, he was the foremost reformer who worked for the social change in Kerala. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിനെ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേ വി വിൽ സ്റ്റഡി ദ സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി. കേരളത്തിലെ സിവിൽ ലിബർട്ടിക്ക് വേണ്ടി സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസായ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, all these things were will study the next class. So thank you children, thank you so much. May God bless you all.